നമസ്കാരം. നമ്മളിത് വാഴയ്ക്കൊരു താങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കാറ്റും മഴയൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരു മുളയുണ്ടായിരുന്നേ. അപ്പോൾ മുള എടുത്തിട്ട് നല്ല സ്ട്രോങ് മുളയാണ്. പ്രത്യേകിച്ച് ഇതൊരു മോറീസ് എന്ന് പറയുന്നതാണ്. 10 പടൽ ഇപ്പം തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല കൊലയാണ്. അപ്പോൾ നല്ല വെയിറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ ഒടിഞ്ഞു പോകും. അപ്പം വാഴയ്ക്ക് അഭിമുഖമായിട്ട്, കൊലയുടെ അഭിമുഖമായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഈ എടുത്ത് ഇറക്കി വെക്കുക ചെയ്തത്. ഇറക്കി വെച്ച് കൊലയുടെ അടുത്തേക്ക് ചെറിയൊരു ചെരുവ് കൊടുക്കണം. എന്നിട്ട് അത് കൂട്ടിയിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കെട്ടുകയോ ചെയ്യുന്നത്. അപ്പോൾ കെട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ചിലർക്കൊക്കെ ശ്രദ്ധിച്ചാൽ നന്നാവും. കാരണം നമ്മളൊരു ചെറിയൊരു പാഡ് കൊടുക്കുന്നത് നല്ലതാണ് വാഴയിൽ. കാരണം നമ്മൾ കയറ് കൊണ്ട് കെട്ടുമ്പോൾ കയറ് ടൈറ്റായിട്ട് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാഡും കൂടെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കെട്ടുമ്പം അതിലായിരിക്കും കയറിൻ്റെ കെട്ട് വരുന്നത്. അതുകൊണ്ട് ഒടിയാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് മുതൽ ചെയ്യുന്നതാണ്. പിന്നെ പുറകിലേക്കും അതുപോലെ തന്നെ ചെറിയൊരു കെട്ട്, ഒരു മരത്തിൽ എന്തെങ്കിലും ഉണ്ട് അവിടെയും കൂടെ വലിച്ച് കെട്ടുന്നതല്ല. എന്തായാലും 10-30 കിലോയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തായാലും, കാരണം വലിയ കൊലയാണല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സിറ്റിയിലേക്ക് താമസിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായിട്ടെന്ന് വെച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഴക്കൊല നന്നാകാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ അടിയിലുള്ള കന്നുകൾ ചവിട്ടി മെതിച്ച് നിർത്തണം. എന്നിട്ട് കൊല വെട്ടുന്നിടം വരെ അതിനെ വളരാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം ഇതിലും കൂടെ ഷെയർ ചെയ്യപ്പെടുമല്ലോ. അങ്ങനെയും കൂടെ ചെയ്താൽ നന്നാവും.